സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കാണിക്കുന്നത് രേവതി കരഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാട്ടോ. അപ്പോൾ രേവതി ചെല്ലുന്ന കാണുന്ന രേവതിയുടെ അമ്മയും അനിയത്തിയൊക്കെ കാണുന്നുണ്ട്. ഇവർ രേവതിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ രേവതി ഇവരൊന്നും വിളിക്കുന്നത് കേൾക്കുന്നില്ല. രേവതി വേഗം ക്ഷേത്രത്തിൻ്റെ നടയിലേക്ക് ചെല്ലുവാണ്. അവിടെ ഇരുന്നിരിക്കുന്ന കുറച്ച് വെള്ളം എടുത്ത് തലവഴി ഒഴിക്കും. എന്നിട്ട് രേവതി അവിടെ ഈ അമ്പലത്തിൻ്റെ ചുറ്റും നടയിലായിട്ട് പ്രദക്ഷിണം വെക്കുവാണ്. രേവതി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ചേച്ചി എന്താ അനിയത്തി പറയുന്നുണ്ട്, ദേവ് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ട് പോയി ചേച്ചിക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് അമ്മ തോന്നണേന്ന് പറയുന്നു. അപ്പോൾ അവർ വേഗം ഓടി അങ്ങ് ചെല്ലും കേട്ടോ. എന്നിട്ട് അവർ ചോദിച്ചിട്ടൊന്നും ഈ രേവതി ഒന്നും പറഞ്ഞില്ല. രേവതി ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുവാണ്. രേവതി ഭയങ്കരമായിട്ട് വിഷമിച്ചുള്ള കരച്ചിലാണ് രേവതിയുടെ കാണിക്കുന്നത്. അതിനുശേഷം രേവതിയോട് അവർ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ അവർ വേഗം സച്ചിനെ വിളിക്കും. അപ്പോൾ സച്ചിനെ ഫോൺ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും സച്ചിനോട് പറയുന്നുണ്ട്, ചേച്ചി എന്താണെന്നറിയില്ല, ചേച്ചി ഇവിടെ വന്ന് ഇങ്ങനെ ഭയങ്കര കരച്ചിൽ ചേട്ടനുമായിട്ട് വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും അവൻ്റെ ഒരു ഓട്ടം പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അവൻ ആ ഓട്ടമൊക്കെ വേറെ ആരെ ഏൽപ്പിച്ചിട്ട് അവൻ വേഗം വണ്ടിയായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ, ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട്. വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് കാണും കേട്ടോ. രേവതി ഭയങ്കരമായിട്ടിരുന്ന് കരയുക. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല, ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മയും ഭയങ്കര കരച്ചില്ല. എന്താ മോനെ ഇങ്ങനെ, ഇനി എവിടെ എന്തെങ്കിലും പ്രശ്നമായിട്ടാണോ എൻ്റെ മോളിങ്ങനെ കരയുന്നത്? അവൾക്ക് എന്നും കഷ്ടമാണല്ലോ. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാണല്ലോ എൻ്റെ മോളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമമാകുന്നുണ്ട്. ദേവു അപ്പോൾ അമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അതേസമയം കാണിക്കുന്നത് സുധീനേയും കൂടെയാണ്. സുധിയും കൂടെ ഒക്കെ ഇങ്ങനെ സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ അമ്മയാണ് മക്കളെ നിങ്ങൾ കഴിക്കുന്നൊക്കെ പറഞ്ഞാൽ അമ്മ ഭയങ്കര കാര്യമായിട്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കലൊക്കെയാണ്. അപ്പോൾ സുധിയോട് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ സുധി പറയും നല്ലതാണ്, നല്ല സ്വീറ്റാന്ന് പറയും. അപ്പോൾ സ്വീറ്റോ, ഇതിന് ഞാൻ സൂപ്പിൽ സ്വീറ്റ് ഇട്ടിട്ടല്ലോ ഉണ്ടാക്കിയേ, നീ കഴിച്ചതിൻ്റെ ബാക്കിയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഭയങ്കര സ്വീറ്റാന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഭയങ്കര റൊമാൻറ്റിക്കായിട്ടൊക്കെ പറയുന്നു. അങ്ങനെ സുധിയൊക്കെ ഇന്ന് സംസാരിക്കും. അപ്പോൾ പറയുന്നുണ്ട് അവരിങ്ങനെ ജോലിയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയും. അതിന് നല്ലൊരു കുറച്ചുകൂടെ ജോലി നമ്മൾ നന്നായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മേനെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മളാണ്, നമുക്ക് വേണ്ടിയാണ് അമ്മ ഇത്രയും 10-15 ലക്ഷം രൂപയൊക്കെ കടമെടുത്ത് തന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പലിശയെങ്കിലും നമ്മൾ അടയ്ക്കണം എന്നൊക്കെ പറയുമ്പോൾ സുധി പറയുന്നുണ്ട് നമുക്ക് സഹായിക്കാം, നീ അതിൻ്റെ ഓർത്ത് ടെൻഷനാക്കല്ലേ, നമുക്കതൊക്കെ എടുത്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധിയോട് പറയുകയാണ്. എന്താണേലും ശ്രുതിക്ക് ആ പൈസ ഉണ്ടാക്കാനൊന്നും പോകണില്ല. രവീന്ദ്രനാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയേക്കുവാണ്. അപ്പോൾ ഒരു കൂട്ടുകാരനെ കാണിക്കുന്നുണ്ട്. കൂട്ടുകാരൻ്റെ അടുത്ത് സംസാരിക്കുക, അവൾക്ക് ടെൻഷനാണെന്നൊക്കെ പറയുന്നത്, എന്ത് പറ്റി വീട്ടിൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. എന്ത് പ്രശ്നമാണ് വീട്ടിലുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വീട്ടിലെന്താ നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഇല്ലേ, സന്തോഷത്തോടെ അല്ലേ നിങ്ങൾ കഴിയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതല്ല. അപ്പം അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ്. സച്ചിയും സുധിയും കൂടെ തമ്മിൽ വഴക്കുണ്ടാക്കിയതും അവൻ്റെ വിരൽ ഒടിഞ്ഞ കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും സച്ചി എന്തെങ്കിലും വെറുതെ ഒരു കാരണമില്ലാതെ അവനെ എന്തായാലും അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറയണേ, അവൻ എന്തേ കുറ്റം പറഞ്ഞു അതൊക്കെ പറഞ്ഞാൽ വെറുതെ അല്ല അവൻ അങ്ങനെ ചെയ്ത്. എന്തായാലും സച്ചി നല്ല ഒരാളാട്ടോ, നിങ്ങളുടെ മക്കളിൽ ഏറ്റവും നല്ലത് സച്ചി തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ്റെ അടുത്ത് ഈ കൂട്ടുകാരൻ ഇങ്ങനെ പറയും, അവൻ നല്ല നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ മകനെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നുണ്ട്. അതേസമയം സച്ചി വേഗം വന്നിട്ട് രേവതി എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ രേവതി പറഞ്ഞ് എനിക്കൊന്നും പറ്റിയില്ല, കുഴപ്പമില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പക്ഷേ രേവതി ഇങ്ങനെ സച്ചി വന്നിട്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് രേവതി കരയുക. പക്ഷേ രേവതി എന്ത് കാരണമാണോ, അമ്മ പറഞ്ഞ പ്രശ്നമാണോ, അച്ഛനെ ഇങ്ങനെ കുറ്റം പറഞ്ഞത് സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ വന്ന് ഇതൊന്നും രേവതി പറയുന്നില്ല. രേവതി ഒന്നും പറയണില്ല കേട്ടോ. അതിനുശേഷം രേവതിനെ അവിടുന്ന് സച്ചിൻ തലയിലെല്ലാം വെള്ളമാണ്. വേഗം സച്ചിൻ രേവതിനെയായിട്ട് വീട്ടിലേക്ക് പോകാൻ. എന്നിട്ട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കുമൊന്നും വേണ്ട. രേവതിയുടെ അമ്മയോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കുമൊന്നും വേണ്ട, എന്താ പ്രശ്നമെന്ന് ഞാൻ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ, എന്താ പ്രശ്നമാണെങ്കിൽ ടെൻഷൻ ആവണ്ട, ഞാനുണ്ടല്ലോ, ഇനി ഞാൻ അമ്മയുടെ മോളെ വിഷമിപ്പിക്കുമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്മേനെ സമാധാനിപ്പിച്ചിട്ട് പോവാണ്. അപ്പോൾ പറയുന്നു മോനെ എന്താണേലും വിളിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം രേവതിയായിട്ട് ഇങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ശ്രുതി വയ്ക്കുന്നത്, എന്താ രേവതി നിൻ്റെ മേത്തിലെ ഇങ്ങനെ അപ്പടി വെള്ളമാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേക്കും ചോദിക്കുന്നു ചന്ദ്രമതി ചോദിക്കുന്നു നിനക്കെന്താ ഈ ഇപ്പോൾ തലയിലൊക്കെ വെള്ളം കുരിച്ചത്, എന്ന് നീ എവിടെ പോയതാ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി കളിയാക്കിയൊക്കെ ഇങ്ങനെ രേവതിനെ സംസാരിക്കുന്നുണ്ട്. രേവതിയുടെ അടുത്ത് ഇവിടെ എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണ് ഇവൾക്ക് ഇങ്ങനെ ഇത്ര വിഷമം വന്നേന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി പറഞ്ഞു ഞാനൊന്നും അവളുടെ അടുത്ത് പറഞ്ഞില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കറക്റ്റ് ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി ഒന്നും പറഞ്ഞതായിട്ട് സമ്മതിക്കുന്നു പോലുമില്ല. രേവതിയാണ് പറയുന്നുമില്ല എന്താ വിഷമം എന്ത് പറഞ്ഞിട്ടാണെന്നൊന്നും. അങ്ങനെ രേവതിനെ അങ്ങനെ നന്നായിട്ട് പനിക്കുകയൊക്കെയാണ്. രേവതിനെ വിറയ്ക്കുവാട്ടോ നിന്ന്. അപ്പോൾ പനിയൊക്കെയാണ്. അപ്പോൾ രേവതിനെ വേഗം കൊണ്ടുവന്ന് റൂമിൽ കൊണ്ട് കിടത്തി. അതിനുശേഷം സച്ചി ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. സച്ചി ഇങ്ങനെ രേവതി ഡ്രസ്സൊക്കെ മാറിയിട്ട് രേവതി ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ കിടന്നു.
അതിനുശേഷം രേവതിക്ക് നല്ല പനിയാണ്. സച്ചി വന്ന് നോക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര പനിയായിട്ട് വിളന്ന് വിറയ്ക്കുക. അന്നേരത്തേക്ക് സച്ചി വേഗം വന്നിട്ട് അവൾക്ക് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. ആരും അവളവിടെ കിടന്നിട്ട് പോലും ആരും ഒന്ന് തിരിഞ്ഞു നോക്കുമോ അവൾക്കൊരു വെള്ളം കൊണ്ട് കൊടുക്കുകയോ ശ്രുതി പോലും ചെയ്യുന്നില്ല. അതിനുശേഷം രേവതി എടുത്ത് അവൾ അവിടെ വന്ന് കിടന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് വെള്ളം പോലും അവൾക്ക് എടുത്ത് കൊടുക്കാനുള്ളൊരു മര്യാദ നിങ്ങൾക്ക് ഇല്ലേന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി എടുത്ത് ദേഷ്യപ്പെടുവാണ്. അവളവിടെ പനിച്ച് കിടക്കുന്നത് നിങ്ങൾക്ക് ആർക്കും ഒരു നോക്കാനുള്ളൊരു മര്യാദ ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ശ്രുതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ശ്രുതിക്കാണെങ്കിൽ ശ്രുതി ഇങ്ങനെ മിണ്ടാതിരിക്കും കേട്ടോ. ശ്രുതിനെ പറയുമ്പോൾ ശ്രുതിക്കൊന്നും പറയാനില്ല. ശ്രുതി ഇങ്ങനെ ആകെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. ശ്രുതിനെയും ഒക്കെ കൂടിയാണ് പറയുന്നത്. അവൾക്ക് കുറച്ച് വെള്ളം പോലും കൊടുക്കാത്തത് കൊണ്ട്. അതിനുശേഷം സച്ചി അവൾക്ക് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. അവളിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കും. അപ്പോഴത്തേക്ക് സച്ചി അവളെ ചെന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ സച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അവൾക്ക് അത് കഴിഞ്ഞ് സച്ചി അവൾ ഭക്ഷണം കഴിക്കാനൊന്നും ഇറങ്ങി വരുന്നില്ല. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ സച്ചി അവൾക്ക് ഭക്ഷണം കഞ്ഞിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ട് റൂമിൽ കൊണ്ടുവന്നിട്ട് കോരി കൊടുക്കുന്ന ഒരു സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത്. അതിനുശേഷം സച്ചി അവൾ നെറ്റിത്തിൽ ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അവൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ആ ഒരു വിഷമം ഉണ്ടെങ്കിലും അവൾക്ക് വയ്യെങ്കിലും സച്ചി അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം സച്ചി ഭയങ്കരമായിട്ടാണ് അവളെ നോക്കുന്നത്. അതൊക്കെ ആകുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. സച്ചിയും രേവതിയും ഭയങ്കര സ്നേഹത്തോടെയാട്ടോ ഈ ഒരു എപ്പിസോഡിലൊക്കെ കാണിക്കുന്നത്. ഭയങ്കര സ്നേഹത്തോടെയാണ് സച്ചി അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നതും അവൾക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ഇതൊന്നും കണ്ടിട്ട് ചന്ദ്രമതിക്ക് അങ്ങ് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ചന്ദ്രമതി ആണെങ്കിൽ അതിനും കൂടി ഇരുന്ന് കുറ്റം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ശ്രുതിയുടെ അടുത്ത് ഇവരെക്കുറിച്ച്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഇനിയിപ്പം ഡീറ്റെയിൽ അടുത്ത ആഴ്ചത്തെ കഥയുടെ പ്രമോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് നോക്കുക. ഓക്കേ.